അജയ് ചേട്ടാ, ഈ ചോദ്യം എനിക്ക് അജയ് ചേട്ടനോട് അല്ലാതെ വേറെ ആരോടും ചോദിക്കാൻ വലിയ ഹൈ കിട്ടുന്നില്ല. മമ്മൂക്കയുടെ 3 സിനിമകൾ ഒരുമിച്ച് ചെയ്തിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളുടെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു, ഒരു വെൽക്കം ബാക്ക് മെഗാസ്റ്റാർ എന്ന് പറഞ്ഞിട്ട്. ഹൗ ഹൈ ഇസ് ഇറ്റ് ഫോർ യു? അല്ല, ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാൻ നേരത്തെ ഇന്റർവ്യൂ പറഞ്ഞിട്ടുള്ളതാണ്, ഈ മമ്മൂക്ക പോലെ ഒരാൾക്ക് ഒരു അസുഖം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും പെട്ടെന്നോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണല്ലോ പുള്ളിയുടെ ജീവിത രീതിയും കേട്ടിട്ടുള്ള റൊട്ടീനും എക്സസൈസും ഒക്കെ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ഒരാൾക്ക് വരിക എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് നമ്മളെല്ലാവരും തകർന്നുപോയി. അപ്പൊ ഈ കേട്ട എല്ലാവരുടെയും ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. അതായത് പുള്ളിയുടെ അസുഖം അറിഞ്ഞിട്ടുള്ള ആളുകളുടെ എല്ലാം പ്രാർത്ഥന ഉണ്ടായിരുന്നു. അതിന്റെ ഒക്കെ ഫലത്തിലാണ് പുള്ളി തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പം മിനിഞ്ഞാന്ന് എൻ്റെ കൂടെ നമ്മളെ കൂടെ വർക്ക് ചെയ്തെന്ന ഒരു അസോസിയേറ്റ് ഡയറക്ടർ ആയിട്ടിങ്ങനെ സംസാരിക്കുകയായിരുന്നു. ആ പുള്ളിക്കും ഒരു മമ്മൂക്ക വെച്ച് പടം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബിഗിനിങ് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ 1-2 മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ അസുഖമായിട്ട് ഒരു 7-8 മാസം പോയത്. അപ്പോൾ അവരൊക്കെ ഇമോഷണലി ആണ് പറയുന്നത്. അപ്പോൾ എന്തോ ദൈവഭാഗ്യം കൊണ്ട് നെക്സ്റ്റ് ഡേ നമുക്ക് തിരിച്ചു വന്നു, ഒരു രീതിയിലുള്ള പ്രശ്നമില്ല, പൂർണ്ണമായിട്ട് ക്യൂറായെന്നുള്ള ഒരു വാർത്ത കേട്ടപ്പോഴത്തേക്ക് ഈ പ്രാർത്ഥിച്ച എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്ന എല്ലാവരും സോഷ്യൽ മീഡിയയിൽ അവരുടെ സന്തോഷം പങ്കുവച്ചു. പിന്നെ വേറൊരു കാര്യമൊന്നുണ്ട്, ഇപ്പം ഇങ്ങനൊരു അസുഖം ഭയങ്കര ഡേഞ്ചറാണ്, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചുവരവ് ഉണ്ടാകില്ല എന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്ന കുറേ ആൾക്കാർക്ക് ഒരു വലിയ മെസ്സേജ് കൂടിയാണ്. എന്തായാലും ഇത് തിരിച്ചു വരാൻ പറ്റുമെന്നുള്ളതിന് വലിയൊരു ഉദാഹരണമാണ് ഈ മമ്മൂക്കയുടേത് എന്നുള്ളതും കൂടി ഉണ്ട് ഇതിനകത്ത്. ഇന്നലെ ഞാൻ മെസ്സേജ് അയച്ചിരുന്നു മമ്മൂക്കയ്ക്ക്, വെൽക്കം ബാക്കിങ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തംസപ്പൊക്കെ ഇട്ട് ഭയങ്കര സന്തോഷം എല്ലാവർക്കും. മമ്മൂക്കയുടെ ചുറ്റുള്ള ആരെങ്കിലും കോൺടാക്ട് ചെയ്തിരുന്നത്? ഞാനിത് ഇന്നലെ അറിഞ്ഞപ്പം ശരിക്കും ദിലീപേട്ടൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ ദിലീപേട്ടൻ അപ്പം തന്നെ ആനച്ചേട്ടനും ജോർജേട്ടനെയൊക്കെ വിളിച്ചപ്പോഴത്തേക്കാണ് അങ്ങനെയാണ് ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞത്. അല്ല, ഈ ദിലീപ് എന്ന് പറഞ്ഞപ്പോൾ ഈ ദിലീപ് അജയ് വാസുദേവ് പ്രോജക്ട് എന്ന് പറഞ്ഞൊരു സംഭവം കുറെ നാളുകൊണ്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, അത് ഉണ്ടോ? അങ്ങനെ ഒരു പ്രോജക്ട് ഉണ്ടോ? അല്ലല്ല, അതിനുവേണ്ടി ശരിക്കും പറഞ്ഞ രാജാതിരാജ കഴിഞ്ഞതിന് ശേഷം ഒരു ദിലീപേട്ടൻ പ്രൊജക്ട് ഉണ്ടായിരുന്നു. പിന്നെ പല ടെക്നിക്കൽ കാരണങ്ങളും കൊണ്ട് അത് നടക്കാതെ പോയതാണ്. അപ്പോൾ ഈ ഗോകുലത്തിന്റെ ബബ്ബ എന്ന് പറഞ്ഞ പടത്തിന്റെ ലൊക്കേഷനിൽ ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോഴത്തേക്കാണ്, അപ്പോൾ ആക്സിഡന്റിലാണ് ഞാനിത് ആൻഡ്രോച്ചേട്ടൻ്റെ ഒരു പോസ്റ്റ് കാണുന്നത്. അപ്പോൾ ഞാൻ ദിലീപേട്ടനോട് പറഞ്ഞു ഇങ്ങനെ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പം തന്നെ ദിലീപേട്ടൻ ഇങ്ങനെ സംസാരിച്ച് പിന്നെ പൂർണ്ണമായിട്ട് ക്യൂറായി ഉടനെ തന്നെ തിരിച്ചുവരവ് ഉണ്ടാവും എന്നുള്ള അപ്പോഴത്തേക്ക് സോഷ്യൽ മീഡിയയിലെല്ലാം വന്നു കഴിഞ്ഞു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ആദ്യത്തെ സിനിമ വെച്ച് അവിടെ നിന്ന് തുടങ്ങുന്നതാണല്ലോ, അവിടെ തുടർച്ചയായിട്ടുള്ള 3 സിനിമകൾ. ഫാൻ ബോയ് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്കും അജയൻ ആദ്യം പരിചയം, പിന്നീടാണ് ഡയറക്ടറും പിന്നെ എല്ലാ രീതിയിലും വരുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഫാൻസും തുടങ്ങുന്ന രീതി തൊട്ട് ഇപ്പൊ ഈ സ്റ്റേജ് വരെ എത്തി നിൽക്കുന്നിടത്തുള്ള ഒരു ബോണ്ടിങ്ങും കൂടിയിട്ടുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. അങ്ങനെ ഒരു പ്രോജക്റ്റ് ഇനി ഉണ്ടോ? ലൈക്ക് എപ്പോഴും പറഞ്ഞിട്ടുണ്ട് എപ്പോഴും മമ്മൂക്കയുടെ സിനിമ ചെയ്യണമല്ലോ. അതെ, അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഒരു പ്രൊജക്ടിന്റെ പരിപാടികളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പം നമ്മളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു മമ്മൂക്കയുടെ പ്രൊജക്റ്റോട് ചെയ്യാന്നുള്ളത്. അറിയത്തില്ല, ദൈവം